നമ്മുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ, കാർ, വസ്ത്രങ്ങൾ, കുട്ടികൾക്കിഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ ഇവയ്ക്കെല്ലാം വലിയൊരു സാഹസിക യാത്രയുടെ പങ്കുണ്ട്. അവ വിമാനത്തിലോ ട്രെയിനിലോ ഒന്നുമല്ല വരുന്നത്. മഹാസമുദ്രങ്ങളിലൂടെ വൻകടലുകൾ കടന്ന് ഭീമാകാരമായ ചരക്ക് കപ്പലുകളിലാണ് അവ നമ്മുടെ പക്കലേക്ക് എത്തുന്നത്. ഫോണുകൾ മുതൽ ചെരുപ്പ് വരെ നമ്മൾ വാങ്ങുന്ന 90% സാധനങ്ങളും ഇങ്ങനെ കപ്പലുകളിലാണ് കൊണ്ടുവരുന്നത്. ഇതിലെ സത്യാവസ്ഥ എന്തെന്നാൽ ഈ കപ്പലുകളിൽ വരുന്ന സാധനങ്ങളിൽ ഏറിയ പങ്കും നിർമ്മിക്കുന്നത് ചൈനയാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. ഡൊണാൾഡ് ട്രംപിന് വളരെ കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. പണ്ട് ചെയ്തിരുന്നത് പോലെ അമേരിക്ക വീണ്ടും കപ്പലുകൾ നിർമ്മിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. നമ്മൾ ഒരുപാട് കപ്പലുകൾ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ വളരെ കുറച്ചേ നിർമ്മിക്കുന്നുള്ളൂ. പക്ഷേ ഉടൻ തന്നെ നമ്മൾ പുതിയ കപ്പലുകൾ വേഗത്തിലുണ്ടാക്കും, ട്രംപ് പറഞ്ഞു. ചൈനയിൽ നിന്നുള്ള കപ്പലുകൾ അമേരിക്കൻ തുറമുഖങ്ങളിൽ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള നികുതികളാണ് ചുമത്തുക. അതേസമയം അമേരിക്കയിൽ കപ്പലുകൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യും. കപ്പൽ നിർമ്മാണത്തിനായി വൈറ്റ് ഹൌസിൽ ഒരു പുതിയ ടീം പോലും വേണമെന്നാണ് ട്രംപിന്റെ ആഗ്രഹം. ചൈനീസ് കപ്പലുകൾ ഓരോ തവണ തുറമുഖത്തെത്തുമ്പോഴും $35 ലക്ഷം നികുതി ഈടാക്കുക. അത് വലിയ തുകയാണ്. ഇത് ആശങ്കാജനകമായ കാര്യം കൂടിയാണ്. എല്ലാറ്റിന്റെയും വില കൂടും. ഫോണുകൾ, വസ്ത്രങ്ങൾ, ഭക്ഷണം എന്നിവയുടെ വില വൻതോതിൽ വർദ്ധിക്കും. ഷിപ്പിംഗ് കമ്പനികളും സമ്മതിച്ചു. എന്നാൽ ഇതെല്ലാവരെയും വേദനിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ആ പദ്ധതിക്ക് മാറ്റം സംഭവിക്കുകയാണുണ്ടായത്. ഇപ്പോൾ നികുതി ഈടാക്കുന്നത് കപ്പലിൽ കൊണ്ടുവരുന്ന ചരക്കിന്റെ ഭാരം അല്ലെങ്കിൽ കണ്ടെയ്നറുകളുടെ എണ്ണമനുസരിച്ചാണ്. ഒരു വർഷം 5 തവണ മാത്രമേ ഈ നികുതി ഈടാക്കൂ. കൂടാതെ ഈ നികുതി ഒഴിവാക്കാൻ മറ്റൊരു വഴി കൂടിയുണ്ട്. അമേരിക്കയിൽ കപ്പൽ നിർമ്മിച്ചാൽ ഒരു പൈസ പോലും നികുതി നൽകേണ്ട. പക്ഷേ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. ചൈനയാണ് കപ്പൽ നിർമ്മാണത്തിലെ രാജാവ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ US തുറമുഖങ്ങളിലെത്തിയ 1000 കപ്പലുകളിൽ ഏകദേശം 20% കപ്പലുകളും ചൈനയിൽ നിർമ്മിച്ചവയാണ്. ഇന്ന് കടലിലോടുന്ന എല്ലാ കപ്പലുകളിലും 1/3 ചൈനയിൽ നിന്നുള്ളവയാണ്. ലോകത്തെ ഷിപ്പിംഗ് കണ്ടെയ്നറുകളിൽ ഏറിയ പങ്കും അവരാണ് നിർമ്മിക്കുന്നത്. ക്രെയിനുകളും തുറമുഖങ്ങളും അവർ നിയന്ത്രിക്കുന്നു. ലോകത്തെ ഏറ്റവും തിരക്കേറിയ 10 തുറമുഖങ്ങളിൽ 7 ചൈനയുടെ കൈവശമാണ്. കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നതിനാൽ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലുകളിൽ പകുതിയിലധികവും ചൈനയിലാണ്. ചൈന ഒരു വികസിത രാജ്യമായതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. 20 വർഷം മുമ്പ് കപ്പൽ നിർമ്മാണത്തിൽ അവർ വളരെ ചെറുതായിരുന്നു. പിന്നീട് വലിയൊരു ആഗോള വ്യാപാര സംഘടനയിൽ ചേർന്ന് അവർ പൂർണ്ണ ശക്തിയോടെ മുന്നോട്ടു പോയി. അവരുടെ സർക്കാർ കപ്പൽ യാർഡുകൾക്ക് ധനസഹായം, വില കുറഞ്ഞ ലോൺ, ലോ കോസ്റ്റ് സ്റ്റീൽ, തൊഴിലാളികൾക്ക് പിന്തുണ എന്നിവ നൽകി. 2010 മുതൽ 2018 വരെ കപ്പൽ നിർമ്മാണത്തിൽ ചൈന $132 ബില്യൺ ചെലവഴിച്ചത്. ഇപ്പോൾ ചൈനയുടെ യാർഡുകൾ വലുതും വേഗതയുള്ളതുമാണ്. അമേരിക്കൻ യാർഡുകൾക്ക് ചൈനയോട് മത്സരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ട്രംപിന്റെ പദ്ധതി നികുതി വഴി പ്രതിരോധിക്കലാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകുകയുള്ളൂ. ഒരു പുതിയ കപ്പൽ നിർമ്മിക്കാൻ 6-7 വർഷമെടുക്കും. ഒരു കപ്പൽ നിർമ്മിക്കുന്നത് പ്രസിഡന്റിന്റെ കാലാവധിയേക്കാൾ ദൈർഘ്യമുള്ളതാണ്. അമേരിക്ക പിടിച്ചുയരാൻ ശ്രമിക്കുമ്പോൾ ലോകം വ്യാപാരം നിർത്തില്ല. ഈ പദ്ധതി വില വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. അമേരിക്കയിലേക്ക് കപ്പൽ നിർമ്മാണം തിരികെ കൊണ്ടുവരിക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, രാജ്യത്തെ വീണ്ടും ശക്തമാക്കുക എന്നതാണ് ട്രംപിന്റെ സ്വപ്നം. അതൊരു ഉന്നതമായ ലക്ഷ്യമാണ്. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നുകൂടിയാണ്. കപ്പലുകൾ യാത്ര തുടരുകയും നമ്മുടെ വീടുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നു. അമേരിക്കയ്ക്ക് മത്സരിക്കാൻ കഴിയുന്നത്ര വേഗത്തിൽ കപ്പലുകൾ നിർമ്മിക്കാൻ കഴിയുമോ? അതോ ഇതിനകം വളരെ വൈകിയിട്ടുണ്ടോ?